ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അത് ഉച്ചക്കത്തേക്കുള്ള ചിക്കൻ കറിയുടെ തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു തത്രപ്പാടിലായിരുന്നു. പിന്നെ നമ്മുടെ ഈ ചിക്കൻ കറിക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. എനിക്ക് ചിക്കൻ കറിയും അതേപോലെ കപ്പപ്പുഴുക്ക്, നമ്മൾ കപ്പ അങ്ങനെ കുത്തി ഉടക്കില്ലേ, അതും കൂടെ കഴിക്കാൻ പൂതിപ്പെട്ട് വാങ്ങിയതായിരുന്നു. അപ്പോൾ ചിക്കൻ കറി ഞാൻ വേഗം അടുപ്പത്താക്കി. ആ സമയം കൊണ്ട് അമ്മ കപ്പ നേരാക്കിക്കൊണ്ടിരിക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ചിക്കൻ കറിക്കും കപ്പപ്പുഴുക്കിനും വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഒരു ദിവസം വൈകിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അപ്രതീക്ഷിതമായിട്ട് പോയതായിരുന്നു. അപ്പോൾ അവിടെ അമ്മ ഈ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, കപ്പപ്പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചേ ഉള്ളൂ, എന്നാലും അത് ഒരു തൂക്കുപാത്രത്തിൽ ഞങ്ങൾക്ക് ലേശം ആക്കി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ട് ഞാനും കഴിച്ചു, വിഷ്ണുനും കഴിച്ചു. പക്ഷെ എനിക്ക് ആകെ ചിറുക്കി കയറേണ്ട പോലെ, അതായത് നമുക്ക് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്ന് കൊതിമൂത്ത് നടക്കാൻ തുടങ്ങിയതായിരുന്നു കേട്ടോ ഞാൻ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മ വീട്ടിലേക്ക് വന്ന സമയത്ത് അമ്മേനെയും കൊണ്ട് തന്നെ ഉണ്ടാക്കിപ്പിക്കാമെന്ന് കരുതി. പക്ഷെ നിർഭാഗ്യവശാൽ അത് സമയത്തിന് കഴിക്കാൻ എനിക്ക് നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് അടുപ്പത്തായ സമയത്ത് എനിക്ക് സ്കൂളിലേക്ക് പോകണമായിരുന്നു. 1:30-ആയിരുന്നു കേട്ടോ കിങ്ങിണിയുടെ ക്ലാസ് പി ടി എം. അപ്പം അതിന് പോവാതിരിക്കാൻ പറ്റില്ല. കിങ്ങിണിയൊക്കെ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ തരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ കിങ്ങിണി എക്സാം എഴുതിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇതിൽ. കാരണം അവൾക്ക് ആ സമയത്ത് നല്ല വൈറൽ ഫീവർ ആയിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവളെ ആൻസർ ഷീറ്റ് എനിക്ക് ടീച്ചർ എടുത്തു തന്നു. അപ്പോൾ അതൊക്കെ എപ്പോൾ എന്നുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു കേട്ടോ ഞാൻ. സംഭവം കുട്ടിക്ക് അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെക്കേഷൻ കഴിഞ്ഞ് വന്നിട്ടാണ് ടീച്ചർ എഴുതിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അത്ര എഴുതുന്നത്.